ഒന്നാമത്, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിപ്പീൻ. പീസ് വിത്ത് ഓൾ. ട്രൈ ടു ബി അറ്റ് പീസ് വിത്ത് എവ്രി വൺ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ്. അതുകൊണ്ടാണ് ആദ്യമേ വായിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഒരു പങ്കാളിയെ കൊടുക്കുന്ന പശ്ചാത്തലത്തിലാണത് പറയുന്നത്. എങ്കിലും സമൂഹത്തോടുള്ള ബന്ധത്തിൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഏകനായിരിക്കുന്നത് നന്നല്ല. കാരണം അവൻ്റെ വ്യക്തിത്വം അത് പരിപുഷ്ടിപ്പെടണമെങ്കിൽ, വികസിക്കണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് അത് വളരണം എങ്കിൽ അന്യോന്യമുള്ള ബന്ധത്തിൽ കൂടി, സാമൂഹ്യമായ ബന്ധത്തിൽ കൂടി, വേഴ്ചയിൽ കൂടി മാത്രമേ വ്യക്തിത്വം വികസിക്കുകയുള്ളൂ, അത് വളരുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അങ്ങനെ സമൂഹത്തോട് ബന്ധപ്പെടാതെ ഒറ്റപ്പെട്ട ജീവിതത്തിൽ നയിക്കുന്ന വ്യക്തിത്വങ്ങൾ പലപ്പോഴും ശുഷ്കിച്ച് വരണ്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ആയിത്തീരുന്നതായിട്ടും നമുക്ക് കാണാമാവുന്നതാണ്. അപ്പോൾ ഈ സാമൂഹ്യ ബന്ധം അത് എവിടെ തുടങ്ങുന്നു? ഭവനത്തിൽ. ആദ്യമായി മാതാപിതാക്കളോടും മക്കളോടും ഒക്കെ ചേർന്നുള്ളത് അവിടെ ഒരു വലിയ അനുഭവമാണ് ഈ സമൂഹത്തിലുള്ള ബന്ധം. ഇന്ന് കുടുംബത്തിൽ ഒരു കുഞ്ഞ്, ചിലയിടത്ത് 2, ചിലയിടത്ത് ഒന്നും വേണ്ട എന്നുള്ള വികലമായ വീക്ഷണവും ഇന്ന് കുടുംബജീവിതത്തിൽ വന്നെത്തിയിട്ടുണ്ട്. പല ദമ്പതികൾക്ക് മക്കൾ വേണ്ട, അവർക്ക് ഒരുമിച്ചുള്ള കമ്പാനിയൻഷിപ്പ് മാത്രം മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അഥവാ കുഞ്ഞുങ്ങളുണ്ടായാൽ 1 അല്ലെങ്കിൽ 2. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മറ്റുള്ളവരുമായി ആ ഒരു ബന്ധപ്പെട്ട് ജീവിക്കുന്നതിനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നും കൂടി ഓർക്കട്ടെ. നല്ല ബന്ധങ്ങൾക്കും നല്ല സൗഹൃദങ്ങൾക്കും തടസ്സമായി നിൽക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്തുവാൻ, സൗഹൃദത്തിൽ ആരോഗ്യപരമായിരിക്കുന്ന ബന്ധം നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു എങ്കിൽ, ഓരോരുത്തരും ചിന്തിക്കുന്നുവെങ്കിൽ, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഈഗോ എന്നുള്ളതാണ്, നമ്മുടെ അഹന്തയാണ്. കൗൺസിലിങ്ങിന് വരുന്ന പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഇപ്പോൾ നമ്മുടെ ഭദ്രാസനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളോട്, വരുന്ന യുവാക്കളോട്, യുവതികളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ഇന്ന് മുമ്പത്തെക്കാൾ കൂടുതൽ ഈ കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉലച്ചിൽ സംഭവിക്കുകയും വ്യക്തിത്വങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നതിന് സാധിക്കാതെ വേണം അവിടെ പലപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, അത് വിവാഹമോചനത്തിലേക്ക് കലാശിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഏറിയ പങ്കും പറഞ്ഞ ഒരു ഉത്തരം എന്തെന്നറിയാമോ? ഈഗോ കോൺഫ്ലിക്റ്റ്. ഈ ഈഗോ തമ്മിലുള്ള ഉരസലുകളാണ്. ഞാനൊട്ടും താണു കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു വിധത്തിൽ ഉള്ള ഈഗോയുടെ ആ ഒരു സംഘർഷമാണ്, അത് തമ്മിലുള്ളതായ ഉരസലുകളാണ് സമൂഹത്തെ, പ്രത്യേകിച്ച് കുടുംബത്തിലായിരുന്നാലും മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൽ അതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് വളരെ ശരിയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു വലിയ, മനഃശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ വലിയ ഒരു ദാനമാണ് നമ്മുടെ ഈഗോ. എന്തുകൊണ്ട്? എനിക്ക് എന്നെപ്പറ്റി തന്നെയുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വ്യക്തിത്വത്തെ വേണ്ടവണ്ണം പുഷ്ടിപ്പെടുത്തുവാനും ആ ഒരു അഹം എന്നുള്ള ചിന്ത, ആ ഒരു നല്ലത് തന്നെയാണ്, അത് ദൈവദത്തമായിട്ടുള്ളതാ, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വരുന്നത് എപ്പോഴാ? ഇത് അധികമാകുമ്പോഴുണ്ടാകുന്ന, അമിതമാകുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് രൂക്ഷമാകുന്നത്. ഡോക്ടർ ഐൻസ്റ്റീനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്, വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് ഒരു സമിതി, ചെറിയൊരു സമിതി അവർ കൂടി ഇങ്ങനെ ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഞാൻ ഒരു പുതിയ വിറ്റമിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വൈറ്റമിൻ എന്ന് ചിലർ പറയും, എങ്ങനെ ഉച്ചരിച്ചാലും കുഴപ്പമില്ല, ആശയം മനസ്സിലായല്ലോ. എന്താ ഈ പുതിയ വിറ്റമിൻ എന്നറിയുവാൻ? വിറ്റമിൻ A, B, C, D ഇതൊക്കെ ഉള്ളതിനെപ്പറ്റി അറിയാം.
വൈദ്യശാസ്ത്രത്തിലും അല്ലാതെയൊക്കെ ഉള്ളവർക്കും അറിയാവുന്നതാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകമായ പ്രവർത്തന ഗുണമുണ്ട്. അതില്ലാതെ വരുമ്പോഴുള്ള പ്രശ്നമുണ്ട്. അതിൻ്റെ ആവശ്യകത എന്തെന്നറിയാം. ഈ ഒരു വിധത്തിൽ പല വിറ്റമിനുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പുതിയൊരു വിറ്റമിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വിറ്റമിൻ അധികമായാൽ വരുന്ന വലിയ കുഴപ്പം ആ ആളിന് തന്നെ കുഴപ്പമാണ്. മാത്രമല്ല അടുത്തുള്ളവർക്കും അത് കുഴപ്പം വരുന്നതാണ് ഈ വിറ്റമിൻ ഉള്ളത് അധികമായാൽ. അപ്പോൾ ആളുകൾക്ക് താല്പര്യമായി ഇദ്ദേഹം മറ്റൊരു ശാസ്ത്രത്തിൽ നിന്നിപ്പോൾ ഈ പറയുന്ന വൈദ്യശാസ്ത്രത്തിലേക്കും അതുപോലെ തന്നെ ഔഷധത്തെ പറ്റിയൊക്കെയും ഗവേഷണം നടത്തിയിട്ടാണോ ഇദ്ദേഹം കണ്ടുപിടിച്ച. അപ്പോൾ ചോദിച്ചു, എന്താ ഈ വിറ്റമിൻ പുതിയതായി അദ്ദേഹം അങ്ങ് കണ്ടുപിടിച്ചിരിക്കുന്നത്? വ്യക്തികൾക്കും സമൂഹത്തിനും അവരോട് ബന്ധപ്പെടുന്നവർക്കും അവരോട് അടുത്ത് പെരുമാറുന്നവർക്കും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന, അവർക്കൊക്കെ വിഷമം വരുത്തി വയ്ക്കുന്ന ഈ വിറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിറ്റമിൻ ഐ. അപ്പോഴ് ചോദിച്ചു, എന്താ വിറ്റമിൻ ഐ? ഐ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാം ഞാനാ. ഈ ഞാൻ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ പലപ്പോഴും വരും. കുടുംബത്തിലും ഇതായി ഞാൻ. അത് വേണമെങ്കിൽ നമുക്ക് ഞാനെന്നുള്ളതിന് ഒരു ഇഞ്ഞാനെന്നങ്ങ് പറഞ്ഞാലും വേണ്ടി ഞാനാണ് എല്ലാറ്റിലും ഈ മികച്ച ഉന്തി നിൽക്കുന്ന. ഇത് വരുമ്പോഴേക്കും അവിടെ സംഘർഷമാണ് കുടുംബത്തിൽ. അവിടെ ഒരുമിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മളെ പ്രത്യേകമായി ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമ ലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ഉറക്കെ വായിച്ചാട്ടെ. അവിടെ അത്രയും വായിച്ചാൽ ഒന്നുമല്ലെങ്കിൽ കണ്ടുപിടിക്കുവാൻ വേദപുസ്തകം കയ്യിലുണ്ടെന്ന് തെളിയിച്ചു. അത് പെട്ടെന്ന് എടുക്കുവാൻ കഴിവുണ്ടെന്ന് തെളിയിച്ചു. ഞാനതിൽ അഭിനന്ദിക്കുന്നു. സന്തോഷം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ അതാ അവിടെ പ്രത്യേകിക്കേണ്ടത്. അത് അച്ഛനായിരുന്നാലും മെത്രാച്ചനായിരുന്നാലും ഐമേനി ആയിരുന്നാലും ട്രസ്റ്റി ആയിരുന്നാലും ആരായിരുന്നാലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുന്ന അതിനാണ് ഈഗോ എന്ന് ഞാൻ പറയുന്നത്. ഈ വിറ്റമിൻ ഐ അതിലൂടെ അതിപ്രസരമാണ് ഉണ്ടാകുന്നത്. അത് ഉണ്ടാകാതിരിക്കുവാനാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയൊക്കെ പരാമർശിക്കുന്ന ഒരു മനോഹരമായ അധ്യായമാണ് റോമാലേഖനം 12. അത് നിങ്ങൾ മുഴുവനായിട്ട് സമയം പോലെ വായിക്കണം. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക പ്രബോധനത്തിൽ എങ്ങനെ സമൂഹത്തോട് നമുക്ക് ബന്ധപ്പെട്ട് എല്ലാവരുമായി ചേർന്ന് എങ്ങനെ ജീവിക്കുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ പല കാര്യങ്ങളും ആ അധ്യായത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഇവിടെ പറഞ്ഞത്, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. നമ്മുടെ വ്യക്തിത്വത്തെ പറ്റി അമിതമായ നമ്മിലേക്ക് തന്നെ സങ്കോചിച്ച് ഈ ഐ അങ്ങോട്ട് കൂടി വരുമ്പോൾ മറ്റൊന്നിനെയും കാണുകയില്ല, മറ്റാരിലേക്കും പോകില്ല. ഞാൻ എന്നുള്ള ചിന്ത ഇത് നമ്മുടെ സാമൂഹ്യ ബന്ധത്തെ ശിഥിലമാക്കുന്നതും എല്ലാവരോടും ചേർന്ന് നിൽക്കുവാൻ നമ്മെ അയോഗ്യരാക്കുന്നതുമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത്തെ പ്രശ്നം സാമൂഹ്യ ബന്ധത്തിൽ വരുന്നത് സെൽഫിഷ്നെസ്, സ്വാർത്ഥതയാണ്. എൻ്റെ സുഖം, എൻ്റെ നേട്ടം, എനിക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ സന്തോഷം, എൻ്റെ സൗകര്യം, ഇങ്ങനെ എപ്പോഴും സ്വാർത്ഥപരമായി ചിന്തിക്കുന്ന വ്യക്തികൾ അത് സമുദായത്തിൽ കയറിയാലും അതുപോലെ ഇടവകയിലായിരുന്നാലും പ്രസ്ഥാനത്തിലായിരുന്നാലും സ്വാർത്ഥതയുമായി കടന്നെത്തുന്നവർ മറ്റുള്ളവർക്ക് പ്രശ്നം വരുത്തുകയും അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുവാനും ഒരുമിച്ച് പോകുവാൻ പ്രയാസം ഇല്ലാതെയും ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ഇത് രണ്ടിൻ്റെയും ഉപോൽപ്പന്നമായി വരുന്ന ഒന്നാണ്. അഹന്തയുടെയും സ്വാർത്ഥതയുടെയും ഉപോൽപ്പന്നമായി വരുന്ന ഒന്ന്, മൂന്നാമതൊന്നുണ്ട്. അതാണ് അസൂയ, ജലസി എന്ന് പറയുന്നത്.
എന്നേക്കാൾ മികച്ചവനായി എനിക്ക് ആരെയും കാണുവാൻ സാധ്യമല്ല. എനിക്കുള്ളതിനേക്കാൾ ഉപരിയായി എന്തെങ്കിലും മറ്റുള്ളവരിലുണ്ടെങ്കിൽ അത് അംഗീകരിക്കുവാൻ ഞാൻ സന്നദ്ധമല്ല. എനിക്കില്ലാത്തത് മറ്റുള്ളവരിൽ കാണുമ്പോൾ എന്നിൽ ജ്വലിക്കുന്ന വികാരം എന്താ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇതാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുവാൻ പലപ്പോഴും ഇടയാകുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും ഉണ്ട് ഇത്. മൂത്ത കുഞ്ഞ് 2 കുഞ്ഞുങ്ങളാ. മൂത്തതുകൊണ്ട് അത് കഴിഞ്ഞപ്പോഴും ഇളയ കുഞ്ഞുണ്ടായി. ഭവനങ്ങളിൽ കാണുന്ന അമ്മമാർക്ക് നിങ്ങൾക്കറിയാം, ഇളയ കുഞ്ഞിനോട് കൂടുതൽ താല്പര്യവും വാത്സല്യവും കരുതലും ഈ അമ്മയോ ആരെങ്കിലും കാണിക്കുമ്പോൾ മൂത്ത കുഞ്ഞിൻ്റെ പ്രയാസം എന്തായിരിക്കും? അതിന് അസൂയ. അത് ആരും കാണാതെ ഇളയ കുഞ്ഞിനെ ഞോണ്ടുകയും ഇളയ കുഞ്ഞിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മൂത്ത കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്താ അതിൻ്റെ കാരണം? ഈ കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് പോലും ഈ അസൂയ എന്ന് പറയുന്നത്, എനിക്കില്ലാത്തതൊന്ന്, എനിക്ക് നിഷേധിക്കപ്പെട്ട ഒന്ന് മറ്റൊരാൾക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിരിക്കുന്ന ഒരു വികാരമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് മറ്റു പലതും ഉണ്ടെങ്കിലും നമുക്ക് അടിസ്ഥാനപരമായി നാം കരുതാവുന്നത് എന്താ ഈ പറഞ്ഞതിനൊക്കെ പ്രതിവിധി എന്നും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. എപ്രകാരം എല്ലാവരോടും നമുക്ക് സമാധാനമായി കഴിയുവാൻ, നല്ല ബന്ധം പുലർത്തുവാൻ കഴിയും എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം പൗലോസ് പറയുന്നു, റോമാലേഖനം 14:7 സൂചിപ്പിക്കുന്ന ഒന്നാണ്, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. നാം പരസ്പരം ബന്ധിതരാണ്. നമ്മൾ അന്യോന്യം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു സത്യം അടിസ്ഥാനപരമായിരിക്കുന്ന ഒന്നാണ്. എനിക്ക് തന്നെയായിട്ടൊന്നില്ല, നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല എന്നുള്ള സത്യം അംഗീകരിക്കുക. 2 ഫിലിപ്പിയർ ലേഖനം 2 ഇത് ബൈബിൾ ക്ലാസ്സാണ്, അതുകൊണ്ടാണ് ഞാൻ വാക്യങ്ങളൊക്കെ പറയുന്നത്. 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പിയർ 2:3 പറയുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാൻ കഴിയണം. അവിടെയാണ് നമുക്കുള്ള പ്രയാസം. എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് മറ്റൊരു വൈദികനെ എനിക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ പ്രയാസം. അവിടെയാണ് വിഷമം വരുന്നത്. എനിക്കല്ലേ കുറെ കൂടെ കഴിവുള്ളത്, എനിക്കല്ലേ കുറെ കൂടെ മറ്റു പല നേട്ടങ്ങളും ഉള്ളത്. ഈ വിധത്തിൽ ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആ നന്മയെ, അവരുടെ ആ കഴിവിനെ, അവരുടെ മറ്റ് താലന്തുകളെ അംഗീകരിക്കുവാൻ, അഭിനന്ദിക്കുവാൻ, ഇത് ഈ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നല്ല ബന്ധം നിങ്ങൾക്ക് പുലർത്താൻ ഒക്കും. മറ്റുള്ളവരെ ആദരിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയെ കണ്ടാൽ അത് പല്ല് കടിക്കുകയല്ല, പല്ല് ഇറുമുകയല്ല, നല്ലത് മോനെ, നന്നായിരിക്കുന്നു മോളെ എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ ഹൃദയത്തിന് അല്പം വിശാലത വേണം. കുളുസായ ഹൃദയം ഉൾക്കൊള്ളുന്നവർക്ക് മറ്റുള്ളവരുടെ നന്മയെ കാണുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യം പറയുന്നത്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ നാം മറ്റുള്ളവരെ നമ്മെക്കാൾ കഴിവുള്ളവരെന്ന് എണ്ണുവാൻ തക്കവണ്ണമുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം നമുക്കുണ്ടാകണം എന്ന് പറയുന്നത്. അതും പോരാ, ഇനി മറ്റൊന്നും കൂടിയുണ്ട്. ആരെങ്കിലുമായി എന്തെങ്കിലും നമുക്ക് പ്രയാസം വരത്തക്ക വിധത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുവാനുള്ള സന്മനസ്സും നമുക്ക് നേടിയെടുത്തേ മതിയാവുള്ളൂ. ഇംഗ്ലീഷിൽ 2 വാക്കുകളുണ്ട് സാമൂഹ്യ ബന്ധത്തെ ഇത്രയധികം മെച്ചപ്പെടുത്തുവാൻ. ശക്തമായ 2 വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട്. എന്താണെന്നറിയാവോ 2 വാക്ക്? ഒന്ന് സോറി എന്നൊന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക്, മിണ്ടാതില്ല, ദിവസമായി അപ്പോൾ കുത്തി വീർത്ത പോലെ, കടന്നൽ കുത്തി പോലെയുള്ള മുഖവുമായിട്ടാണ് ഇരിക്കുന്നത്. ഇറങ്ങിപ്പോയിട്ട് വരുമ്പോഴും അത് തന്നെ അതങ്ങോട്ട് തുടരുന്നു. എന്നാൽ ഒരാളിൽ നിന്ന് ഐ എം സോറി എന്നൊന്ന് പറയാമെങ്കിൽ മഞ്ഞുരുകുന്നത് പോലെ മറ്റേ ആളിൻ്റെ ആ വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ താഴും, യാതൊരു സംശയവുമില്ല. പക്ഷെ ആരാ ഇത് പറയേണ്ടത്? ഞാനോ? അത് വേണ്ട, എങ്ങനെ പറയട്ടെ,
അല്ലെങ്കിൽ അവൾ പറയട്ടെ. ഈ ഒരു ചിന്തയിലാണ് ഇത് നമ്മുടെ സാമൂഹ്യ ബന്ധത്തിലേക്കും വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുവാൻ, നീ യാഗമർപ്പിക്കുവാൻ ബലിപീഠത്തിലേക്ക് പോവുക, ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊട്ടക്കണക്കിന് പ്രസാദവും ആർജിക്കുവാൻ തക്കവണ്ണം ഉത്തമമായ ബലി വസ്തുവുമായിട്ട് നീ യാഗപീഠത്തിലേക്ക് പോകുന്നുവെങ്കിൽ, നമുക്ക് അവിടെ വെച്ച് ചെന്നപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഇന്നടത്തെ ഏലിയാമ്മയുമായിട്ട് അല്ലെങ്കിൽ ശോശക്കുട്ടിയുമായിട്ട് ഇച്ചിരി ഏതാണ്ടൊക്കെ കുറേ നാളായിട്ടുണ്ടല്ലോ എന്ന് തോന്നിയാൽ നിന്റെ യാഗമൊന്നും അവിടെ നടത്തണ്ട, നിന്റെ വഴിപാടൊന്നും അവിടെ നടത്തണ്ട. നീ അവിടെ വെച്ചിട്ട് യു ഗോ ആൻഡ് ഗെറ്റ് റെക്കൺസൈൽഡ്. നിന്റെ സഹോദരിയുമായിട്ട് നീ റെക്കൺസൈൽ ചെയ്തിട്ട് പിന്നീട് വന്ന് നിന്റെ വഴിപാട് അർപ്പിക്കുക. അപ്പോഴേ ആ വഴിപാട് ദൈവത്തിന് പ്രസാദകരമാകുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം ഭദ്രം ആകണം എങ്കിൽ സഹോദരങ്ങളോടുള്ളത് നേരെ ആയെങ്കിലേ മതിയാവുള്ളൂ. ഇതിനു വേണ്ടിയാ നമ്മുടെ കുർബാനയിൽ ഈ കയ്യസൂരി എന്ന് പറഞ്ഞൊരു സൂചി നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത്. എന്തെങ്കിലും അർത്ഥം അതിനുണ്ടോ പ്രിയമുള്ളവരെ? ഒരു അർത്ഥവും അതിന് നമ്മൾ കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിലേക്ക് പ്രധാനമായി പോകുന്നതിന് മുമ്പ് അന്യോന്യം സമാധാനത്തിൻ്റെ നിരപ്പിൻ്റെ അനുഭവത്തിൽ ബലി അർപ്പിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ ആ നിയോഗത്തെ നാം അംഗീകരിച്ച് ആദരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഈ പരസ്പരം നിരപ്പാവുക എന്നുള്ളത്. ഇത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകൾക്ക് മാത്രമുണ്ടായിരുന്ന ഒന്നാണ് ഈ കിസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ചുംബനം എന്നുള്ളത്. അത് രണ്ടാം വത്തിക്കാൻ സുനോദോസിന് ശേഷം പാശ്ചാത്യ സഭയും അവരംഗീകരിച്ചു. അതുപോലെ തന്നെ CMS മറ്റുള്ളവരും കൂടെ ചേർന്ന് CSI സഭയുണ്ടായപ്പോൾ അവരും ഇത് അവരുടെ ആരാധനയിൽ ചേർത്തു. എന്ത്? ഈ കിസ് ഓഫ് പീസ്, പരസ്പരം ചുംബനം കൊടുക്കുന്നത്. കാരണം അന്യോന്യം നിരപ്പായിട്ട് വേണം കുർബാനയിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് ഈ ഒരു കാര്യം, എന്തൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളത്, ഈ സാമൂഹ്യ ബന്ധം ഭദ്രമാക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നാം എല്ലാവരും ഒരു ബന്ധത്തിലുള്ളവരാണ് എന്നുള്ള ചിന്ത, നമ്മെക്കാൾ ശ്രേഷ്ഠത മറ്റുള്ളവരെ പറ്റി കാണുവാൻ, അവരുടെ നന്മയെ പ്രോത്സാഹിപ്പിക്കുവാൻ, പിന്നീട് തെറ്റ് ചെയ്തുവെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് പരാജയം വന്നുവെങ്കിൽ സോറി എന്ന് പറഞ്ഞ് നിരപ്പാകുവാൻ, ഇതിലെല്ലാം ഉപരിയായി അവസാനം ഒന്നും കൂടെ പറയട്ടെ, ഈ ബന്ധങ്ങൾ മെച്ചപ്പെടുന്നതിനുള്ള ഒറ്റ മാർഗം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ആ ആളിനു വേണ്ടി ആൾക്കുമായിട്ട് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം നിലനിർത്തണമോ? മധ്യസ്ഥ പ്രാർത്ഥന വലിയ ശക്തിയായിട്ടുള്ള ഒരു മുഖാന്തരമാണ്. ബിഷപ്പ് ഓഫ് ലണ്ടൻ, അത് അന്നത്തെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ തീവണ്ടിയിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഞാനൊന്ന് നോക്കും. അവരുടെയൊക്കെ മുഖത്ത് ഞാൻ നോക്കും. ഞാൻ ഇവിടുന്ന് നോക്കുമ്പോൾ തിരുമേനിയെ കാണാം, അപ്പുറത്ത് ഇങ്ങനെ പേരായൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന തിരുമേനിയെ കാണാം, പിന്നെ ഇങ്ങനെ ഓരോരുത്തരെയും കാണാം, അത് അങ്ങനെ ഇരിക്കുന്ന തിരുമേനിയും കാണാം. അങ്ങനെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖം ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരെയും എൻ്റെ മനസ്സിൽ ചിത്രമുണ്ട്. ഞാൻ കുനിഞ്ഞിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കും. അവിടെ ഇരിക്കുന്ന ആളുടെ മുതൽ ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായി കാണുകയാണ്. പക്ഷെ ഐ bow myself and pray for each one of them. അവരുടെ ഓരോരുത്തരുടെയും മുഖമോർത്ത് ഞാൻ അവർക്ക് വേണ്ടി, കർത്താവേ നിന്റെ കൃപ ആ സഹോദരൻ്റെ മേൽ, ആ സഹോദരിയുടെ മേൽ നീ ചൊരിയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. for 1 or 2 minutes, that's all. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ തല ഉയർത്തി ഞാൻ അവരെ നോക്കി കഴിയുമ്പോൾ they are no more strangers. അവർ പിന്നെ അപരിചിതരോ അന്യരോ അല്ല. A bond of relationship has been established. ഒരു ബന്ധം അവിടെ സ്ഥാപിതമായി. ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ വ്യക്തിയുമായിട്ട് എനിക്കൊരു ബന്ധം, ആത്മബന്ധം സ്ഥാപിതമായി തീരും. ഇന്ന് നമുക്ക് അതില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഈ സാമൂഹ്യ ബന്ധങ്ങളിൽ ഉള്ള ഉലച്ച പറ്റിയിരിക്കുന്നത്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമുക്ക് വന്നിരിക്കുന്ന പരാജയമാണ്. ഞാൻ വടക്കുനിന്ന് വന്ന സഹോദരികളെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കുകയോ അല്ല ചെയ്യുന്നത്. എങ്കിലും വടക്കൻ പ്രദേശത്ത്
ഇന്ന് പൊതുവെ മധ്യസ്ഥ കോനാട്ടച്ചനും കേൾക്കത്തൊക്കെ പറയുക, മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയും കത്തിച്ച് പിടിച്ചുകൊണ്ട് മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്നൊരു ധാരണ വടക്കൻ പ്രദേശത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. തന്നെയുമല്ല, അത് കുർബാനയുടെ ഒരു ഭാഗമാക്കി തീർക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു കടുങ്കൈയാണ് എന്ന് ഞാൻ ഓർത്തു പോവുകയാണത്. അതല്ല മധ്യസ്ഥ പ്രാർത്ഥന, അത് മാതാവിനോട് പ്രത്യേകമായി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അനുദിന ജീവിതത്തിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായി നാം വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് അവരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എല്ലാവരോടും നമുക്ക് ആയിത്തീരുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. ഈ കാര്യങ്ങൾ കൊണ്ടാണ്. പോകട്ടെ, ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവീൻ എന്നാണ് അവിടെ പറയുന്നത്. എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്നുള്ളത് ആദ്യം നാം കേട്ടു. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക എന്നുള്ളത്, അതിനുള്ള പ്രതിബന്ധങ്ങൾ എന്തെന്ന് കേട്ടു. അതെങ്ങനെ അതിനെ തരണം ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതിനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇനി നമ്മൾ കേൾക്കുന്നത് രണ്ടാമത്തെ ആ 3 ത്രിമാന ബന്ധങ്ങളിൽ രണ്ടാമത്തെ ബന്ധമാണ്. രണ്ടാമത്തെ ബന്ധം ആരോടാ? നമ്മോട് തന്നെയുള്ള ബന്ധമാണ്. നമ്മോട് തന്നെയുള്ള ബന്ധത്തിലാണ് ട്രൈ ടു ലിവ് എ ഹോളി ലൈഫ്, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് ഏറ്റവും സംഗതമായ ഒരു ആഹ്വാനമാണ് അപ്പോസ്തലൻ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, വക്രതയും കോട്ടവുമുള്ള തലമുറയാണ്. എ പെർവേർട്ടഡ്, കർത്താവും പറയുന്നുണ്ട്, എ പെർവേർട്ടഡ് ആൻഡ് അഡൾട്ടറസ് ജനറേഷൻ. വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറ, വികലമായിരിക്കുന്ന വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന ആ ഒരു തലമുറയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ഒരാൾ പറയുകയായിരുന്നു, ഇന്നത്തെ പ്രശ്നം അച്ഛനറിയാമോ, ഇന്ന് EMSഉം PMSഉം ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ളതാണ്. ഞാൻ പറഞ്ഞു, EMS മരിച്ചിട്ട് എത്രയോ നാളുകളായി. ആ EMS അല്ല, പിന്നെ PMSോ? അതിന്നിപ്പോൾ വേറെ, ഇതൊക്കെ ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന. ഞാൻ ചോദിച്ചു, എന്തുവാ ഈ EMSഉം PMSഉം? അപ്പോൾ പറഞ്ഞു, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, വിവാഹേതര ബന്ധം, ലൈംഗിക ബന്ധം തെറ്റൊന്നുമല്ല എന്ന് ചിന്തിക്കുന്ന യുവതലമുറ ഇന്നുണ്ട്. കോളേജ് കുമാരികളുടെ അടുക്കൽ ഒരു സ്ഥിതിയുടെ കണക്ക് അവരുടെ ഒരു ഹിതപരിശോധന നടത്തിയപ്പോൾ വിവാഹത്തിന് മുമ്പ് ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുന്നത് തെറ്റൊന്നുമില്ല എന്ന് പറയുന്ന ഒരു നല്ല ശതമാനം നമ്മുടെ തലമുറയിൽ ഇന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടത്. അതാ ഞാൻ പറഞ്ഞു EMS ഉണ്ടെന്നുള്ളത്. PMS എന്താ? പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുമ്പുള്ള മറ്റേ വിവാഹിതരായിട്ടുള്ളവരുടെയും ഇത്തരത്തിലുള്ള വളരെ അരാജകത്വം നടക്കുന്ന, നടമാടുന്ന ഒരു തലമുറയിലാണ്, സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മുമ്പേ ഞാൻ വന്നപ്പോഴാരോ പ്രസംഗത്തിൽ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി. ഏതൊരു സ്ത്രീ പീഡനത്തെപ്പറ്റിയുള്ള കഥകളും മറ്റുമൊക്കെ ആയിട്ടുള്ളത്. ഇന്ന് ഈ മാധ്യമങ്ങൾ വരുത്തി വയ്ക്കുന്ന, അതിൽ കൂടി എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വികലമായിരിക്കുന്ന, വികൃതമായിരിക്കുന്ന, ആ അധമമായിരിക്കുന്ന ചിന്തകളെ ഉണർത്തുവാൻ പര്യാപ്തമായിരിക്കുന്നതൊക്കെ കണ്ണിൻ്റെ മുമ്പിൽ വന്നിങ്ങനെ കാണുകയാണ്. പോലെങ്കിൽ ഇന്ന് എന്തൊക്കെ കയ്യിലുണ്ട്, അത് പോക്കറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആവശ്യമുള്ളപ്പോഴൊക്കെ കാണാം. അതിനകത്തെല്ലാം അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വിധത്തിൽ വളരെ അധികമായ അധാർമികതയിലേക്ക്, ഇമ്മൊറാലിറ്റിയിലേക്ക് നമ്മുടെ തലമുറയെ നയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇവിടെ പറയുന്നത്. എന്താ ഇവിടുത്തെ ആഹ്വാനം? വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. ഇത് വളരെ വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് എന്ന് ഞാൻ പറയട്ടെ. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലന് തലവേദന ഉണ്ടാക്കിയ ഒരു സഭയായിരുന്നു കൊരിന്തിലെ സഭ. ഏതായാലും കേരളത്തിലെ സഭയല്ല, കൊരിന്തിലെ സഭ. വളരെ തലവേദന അദ്ദേഹത്തിനുണ്ടാക്കിയതാണ്. അത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായ ഒരു സഭയാണ്.
വഴക്കുള്ളൊരു വശത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ലേഖനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇത് മലങ്കര സഭയുടെ ഡിറ്റോയാണ് ഈ കൊരിന്ത്യയിലെ സഭ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഇവിടെയും നടക്കുന്നത് എന്നുള്ളത്. പോകട്ടെ, അവിടെയുള്ള വിഭാഗീയത, പത്രോസിൻ്റെ കപക്ഷക്കാർ, പിന്നെ കേപ്പാവിൻ്റെ അപ്പല്ലോസിൻ്റെ ഒക്കെ പോട്ടെ എന്ന് പറഞ്ഞ പോലെ ഇവിടെ തോമായുടെയും പത്രോസിൻ്റെയും ഒക്കെ പക്ഷക്കാർ. ഇന്നലെ ഒരാൾ ഫോൺ ചെയ്ത് എന്നെ വിളിച്ചു. ഞാൻ ഈ ദിവ്യസന്ദേശത്തിൻ്റെ ആരോ ആണെന്നും പറഞ്ഞും കൊണ്ടാണ്. ഇപ്പം എനിക്കതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ദിവ്യസന്ദേശത്തിൻ്റെ ആരോ ആണെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഫോൺ വച്ചാൽ ഒരു പ്രസംഗം ഈയിടെ ഒരു അച്ഛൻ ചെയ്തു ഇന്നിപ്പോൾ ഞാൻ കേട്ടിരിക്കുക. തോമാശ്ലീഹ മറ്റുള്ളവരെക്കാളൊക്കെ മികച്ചവനാണ്, പത്രോസിനും ഒന്നും അത്രയൊന്നും ഇല്ല, ഇങ്ങനെയൊക്കെ പറയണോ? തോമാശ്ലീഹയുടെ കാര്യം പറഞ്ഞാൽ പോലെ മറ്റുള്ളവർ ഇകഴ്ത്തി പറയണോ ചോദിച്ചൊരാൾ. കാരണം അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് പറയുന്നത് എന്നുടനെ എനിക്ക് മനസ്സിലായി. പത്രോസിനെ പിടിച്ചപ്പോഴാണ് ആകെപ്പാടെ ആൾ ഇളകിയത്. തോമായെ പറ്റി പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പത്രോസിനെയും കൂടെ എന്നിട്ട് വലിച്ചിഴച്ചപ്പോഴാണ്. ഈ വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് അന്നത്തെക്കാൾ മോശമായിരിക്കുന്ന വൈകല്യങ്ങളാണുള്ളത്. അവിടെ ഏറ്റവും അധികമായി മറ്റൊന്നുണ്ടായിരുന്നു. 6-ാം അധ്യായം 1 കൊരിന്ത്യർ 6:13 നമ്മൾ വായിക്കുന്നുണ്ട് കൊരിന്ത്യൻ ഫിലോസഫി. എന്താ കൊരിന്ത്യൻ ഫിലോസഫി എന്നറിയാമോ? അവിടെ പറഞ്ഞിട്ടുണ്ട് മീറ്റ് ഫോർ ദ ബെല്ലി, ഭോജ്യം വയറിന്, വയറ് ഭോജ്യത്തിനും. വല്ലതും മനസ്സിലായോ? മീറ്റ് ഫോർ ദ ബെല്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഭോജ്യം വയറിന്, നമുക്കറിയാം. അതിനെന്താ ഇത്ര വലിയ കാര്യം? വയറ്, ഭോജ്യം വയറിന്. എന്നാൽ അത് വലിയൊരു ഫിലോസഫിയാണ് അവിടെ ഉള്ളത്. എന്താ ആ ഫിലോസഫി പറയുന്നത്? വിശക്കുന്ന സമയത്ത്, നല്ല വിശപ്പുള്ളപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ സ്വീകരിക്കും. അതല്ലാതെ ഇത് ഞാൻ കഴിക്കില്ല, ഇതിനകത്ത് വിറ്റമിൻ ഉണ്ടോ, ഇതിനകത്ത് മറ്റ് ജീവകങ്ങളുണ്ടോ, ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ എന്നും നോക്കിയത്. നല്ല വിശപ്പുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞെ എന്തായിരുന്നാലും ഇങ്ങ് താ എന്ന് പറയും നമ്മൾ. കണ്ട കടച്ചാണ് എന്ത് കിട്ടിയാലും വിശപ്പടക്കുവാൻ നമ്മൾ. അപ്പം അത് മീറ്റ് ഫോർ ദ വിശക്കുമ്പോൾ വയറിന് എന്ത് ഭോജ്യവും സ്വീകാര്യമാണ്. അതുപോലെ ശരീരത്തിൻ്റെ മറ്റൊരു വിശപ്പാണ് സെക്സ്. അത് വലിയ വിശപ്പാണ്. ആ വിശപ്പ് അടക്കുന്നതിനും അത് പാടില്ല, ഇത് പാടില്ല, ഇങ്ങനെ പാടുള്ളൂ എന്നൊന്നും വിചാരിക്കണ്ട. എങ്ങനെയായിരുന്നാലും ഈ വിശപ്പടക്കുന്നതിന് എന്തും ചെയ്യാം എന്നുള്ള ഫിലോസഫിയാ കൊരിന്തിൽ നടമാടിയിരുന്നത്. അതുകൊണ്ടാ ഒരുത്തൻ തൻ്റെ രണ്ടാനമ്മയോട് കൂടെ പൊറുക്കുന്ന ഒരു കശ്മീരിനെ പറ്റി 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹി വാസ് ലിവിങ് വിത്ത് ഹിസ് ഓൺ സ്റ്റെപ്പ് മദർ. എന്താ അതിൻ്റെ കാരണം? ഈ ശരീരത്തിൻ്റെ വിശപ്പടക്കുവാൻ ആരുമായിട്ടായിരുന്നാലും എങ്ങനെയായിരുന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ദർശനം, അത്തരത്തിലുള്ളൊരു ചിന്ത അന്നത് കൊരിന്തിലായിരുന്നു. ഇന്നത് ഇവിടെയാണ്, നമ്മുടെ സമൂഹത്തിലായിരുന്നുള്ളത്. അത് വളരെ വ്യാപകമായിട്ട് ഇന്ന് അതെ അടിച്ചുകൊണ്ടിരിക്കുക. അതിനെയൊക്കെ ഊട്ടി ഉറപ്പിക്കുവാൻ തക്കവണ്ണം, അതിനെയൊക്കെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം മാധ്യമങ്ങൾ അതെല്ലാം എന്തെല്ലാം പകുതി വേഷം ഇട്ടും ഇടാതെയും ഒക്കെ തന്നെ വേഷം തന്നെ വേണോ എന്ന് പോലും സംശയിക്കത്തക്കവണ്ണം മനുഷ്യനെ ഇന്ന് വളരെയധികമായി അവൻ്റെ കണ്ണിനും കാതിനും ഒക്കെ ഈ തരത്തിലുള്ള പ്രലോഭനങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ആഹ്വാനം. എന്ത്? വിശുദ്ധിക്ക് വേണ്ടി വർത്തിക്കുവിൻ, വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ആകുക എന്നുള്ളത്. ട്രൈ ടു ലിവ് എ ഹോളി ലൈഫ്, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പത്രോശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അന്നത്തെ സമൂഹത്തിൽ ഉള്ള ആളുകളോട്. 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. 1-ാമത്തെ ലേഖനം എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അടുത്ത വാക്യം കൂടെ
ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ലേവ്യ പുസ്തകം 19:2 അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ലേവ്യ 19:2 നിങ്ങളുടെ ദൈവമെന്ന യഹോവയാകുന്നു ഞാൻ, വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരാകും. ദൈവം വിശുദ്ധനാണ്. ആ ദൈവത്തോട് ബന്ധപ്പെട്ട ആളുകൾ വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യത്തെപ്പറ്റി ഒരു ശാക്തീകരണം വളരെ അധികം ആവശ്യമുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സ്ത്രീ ശാക്തീകരണമെന്നും അതുപോലെ തന്നെ മറ്റ് പല ശാക്തീകരണമെന്നും ഒക്കെ വാക്കുകൾ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഇന്ന് ഏറ്റവും ആവശ്യമായി ഞാൻ കാണുന്ന ഒന്ന്, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള ഉത്സാഹത്തിലേക്ക് നമ്മുടെ ജനത്തെ, നമ്മുടെ സഹോദരികളെ, വളരുന്ന തലമുറയെ നയിക്കുവാൻ, ഉത്തേജിപ്പിക്കുവാൻ, അതിലവരെ ഉത്സാഹിപ്പിക്കുവാനുള്ള ഏത് ശ്രമവുമാണ് മറ്റേതിനേക്കാൾ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രമാത്രമുള്ള ആ ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതാണ് നമ്മൾക്ക് അറിയേണ്ടത്. അച്ഛാ, ഞങ്ങളോടൊന്ന് പറഞ്ഞേച്ചു പോയി എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന്. ഞാനതാ ഓർമ്മപ്പെടുത്തുന്നത്. പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒന്ന്, പിയർ പ്രഷർ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. പിയർ പ്രഷർ കേട്ടിട്ടുണ്ടോ? ബ്ലഡ് പ്രഷർ കേട്ടിട്ടുണ്ട് ഇല്ലേ? ബ്ലഡ് പ്രഷർ അതെല്ലാവർക്കും ഒക്കെ ഉള്ളതാണെന്നാ പറയുന്നത്. ഡോക്ടറൊക്കെ കാണുമ്പോൾ ചെയ്യുന്ന പ്രഷറുണ്ടോ നോക്കണം. ഈ പിയർ പ്രഷർ എന്ന് പറയുന്ന ഒന്നുണ്ട്. പിയർ എന്ന് ഇംഗ്ലീഷ് വാക്ക് PER, പിയർ. ആ വാക്കിൻ്റെ അർത്ഥം, താങ്ക് യു, ആ വാക്കിൻ്റെ അർത്ഥം സ്നേഹിതൻ എന്നാണ്, കൂട്ടുകാരൻ, സുഹൃത്ത് എന്നാണ്. സുഹൃത്തിൻ്റെ പ്രഷർ, അതാ നമ്മുടെ ചെറുപ്പക്കാരെ പലപ്പോഴും തെറ്റിലേക്ക് നയിക്കുന്നത്. തെറ്റായ സുഹൃത്തുക്കളുടെ സമ്മർദ്ദം, അവരുടെ പ്രേരണ, ദുഷ്പ്രേരണ, തെറ്റായിരിക്കുന്ന കൂട്ടുകെട്ട്, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട അമ്മമാർ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരുമായിട്ടൊക്കെയാണ് ബന്ധപ്പെടുന്നത്, അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, അവരുടെ സ്നേഹിതർ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതിനെ പറ്റിയും കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും തെറ്റിപ്പോകുന്നത് നല്ല ആദർശവും നല്ല മൂല്യബോധവും കുടുംബത്തിൽ നല്ല പരിശീലനങ്ങളും ഒക്കെ കൊടുത്തു വിട്ടിട്ടുള്ള കുഞ്ഞുങ്ങൾ പോലും തെറ്റിപ്പോകുന്നത് ഈ തരത്തിലുള്ള ചില ചുഴിയിൽ ചെന്ന് വീഴുമ്പോഴാണ്, ഇത്തരത്തിലുള്ള ചില തെറ്റായ കൂട്ടുകളുടെ സമ്മർദ്ദം വരുമ്പോഴാണ്. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ വരാതിരിക്കുവാൻ തക്കവണ്ണമുള്ള മുൻകരുതൽ എടുക്കുവാൻ അവരെ ഓർമ്മപ്പെടുത്തുകയും അത് ആരെന്നുള്ള തെറ്റ് വന്നെങ്കിൽ അത് തിരുത്തുവാൻ തക്കവണ്ണമുള്ള പ്രേരണയും പ്രചോദനവും കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. 2, പിയർ പ്രഷർ വരുന്നതോടൊപ്പം തന്നെ അരുതാത്ത വായനകളും ചിത്രങ്ങളും കാഴ്ചകളും നമ്മൾ മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് പലപ്പോഴും അസന്മാർഗികമായിരിക്കുന്ന കാര്യങ്ങളെ ഊതി വീർപ്പിക്കുന്ന, ആ പ്രലോഭനങ്ങൾ ഉയർത്തുന്ന, വികാരങ്ങളെ ഉണർത്തുന്ന തരത്തിലുള്ള ധാരാളം മഞ്ഞക്കൃതികളുണ്ട്. അതിങ്ങനെ വായിക്കുന്നതാണ്. ഞാനൊരു വീട് സന്ദർശിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. നേരെയായുള്ള വഴി കൂടി അല്ല പോയത്, കുറേ കുറുക്ക് വഴി ഉണ്ടായിരുന്നു. ആ മുമ്പിൽ കൂടെ ചെന്ന് ഗേറ്റിൽ കൂടെ കയറി വരുന്നതിന് പകരം പുറകുവശത്തുള്ള ഒരു വഴിയുണ്ട്, പെട്ടെന്ന് അങ്ങ് കയറാം. അങ്ങനെ പോകരുതായിരുന്നു. ഏതായിരുന്നാലും ഞാൻ എളുപ്പത്തിന് വേണ്ടി ഈ പുറകുവശത്തെ അടുക്കളയുടെ ആ ഭാഗത്തുകൂടെ പോവുകയാണ്. ഒരു 60 വയസ്സ് പ്രായമുള്ള ഒരു വീട്ടമ്മ, 60നോട് അടുത്ത്, കൃത്യമായിട്ടല്ലല്ലോ, അരി കഴുകിക്കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് കഞ്ഞിക്ക് വേണ്ടിയുള്ള അരി കഴുകുകയാണ്. അതിങ്ങനെ കഴുകുന്നു. അതിപ്പോഴത്തെ ഒരു മാസികയുണ്ട്, അതിനിടയ്ക്ക് നോക്കുന്നുമുണ്ട്. ഈ മാസിക നോക്കിയിട്ട് എങ്ങനെ കല്ലും മണ്ണും അതിനകത്തൊന്നും പെരുക്കി മാറ്റാൻ നോക്കും. ഇങ്ങനെ ഈ മാസിക നോക്കിക്കൊണ്ട് പുള്ളിക്കാരി നോക്കിയാൽ നിങ്ങൾ ഓർത്ത് നോക്ക്. പക്ഷേ ഇത് വളരെ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ വിചാരിച്ചു, ഇനി മലങ്കര സഭയോ
അതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രസിദ്ധീകരണമൊക്കെ ആണെങ്കിൽ പോകട്ടെ, സമ്മതിക്കാം. അപ്പം ഞാൻ ചോദിച്ചു എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിച്ചു. അപ്പം പെട്ടെന്ന് മാറ്റി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് ഞാൻ കാണാൻ പാടില്ലാത്ത ഏതോ സാധനമാണ് എന്ന് വ്യക്തമാണ്. അല്ലെങ്കിൽ പറയാം അച്ഛാ മലങ്കര സഭയാണ് ഈ പ്രാവശ്യത്തേതാ നന്നായിരിക്കുന്നു കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ മുമ്പിലൊക്കെ നീട്ടിവെക്കാം. അതിന് പകരം ഇത് മാറ്റിവെച്ചു. അപ്പം എനിക്ക് ജിജ്ഞാസ തോന്നി എന്തുവാ ഇത് എന്നറിയാൻ. പക്ഷെ ഞാനത് കൂടുതൽ എടുത്തില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അശ്ലീലങ്ങളായിരിക്കുന്ന പലരും ഉൾക്കൊള്ളുന്ന ഒരു പ്രസിദ്ധീകരണമായിരുന്നു അത് എന്നാണ്. ആ ആളിന് അവരുടെ വീട്ടിൽ പിന്നെ അരുതാത്ത പല കേളികളും അതുപോലെ തന്നെ മറ്റു പലതും ഉണ്ടാകുന്നു എങ്കിൽ തെറ്റ് പറയാൻ ഒക്കുമോ? അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സർഗാത്മകമായിരിക്കുന്ന ആത്മീയ മൂല്യങ്ങളുള്ള ധാർമ്മിക ബോധം ഉയർത്തുന്ന വായനകൾ പ്രധാനമാണ്. അരുതാത്ത നമ്മുടെ കുഞ്ഞുങ്ങളെയും അക്കാര്യത്തിൽ വേണം. അത് വീട്ടിൽ വല്ലതും വേണ്ടേ വായിക്കാൻ? വീട്ടിൽ വരുത്തി വയ്ക്കുന്ന എന്തൊക്കെയാ? ഇത്തരത്തിലുള്ളതൊക്കെയാ വീട്ടിൽ വായിക്കാൻ വയ്ക്കുന്നത്. സഭാപ്രസിദ്ധീകരണങ്ങളൊന്നും അവിടെ ഇല്ല. ആധ്യാത്മിക കൃതികളൊന്നും വായിക്കാൻ വീടുകളിൽ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര വീടുകളിലുണ്ട് ആധ്യാത്മികമായ മൂല്യങ്ങളുടെ കൃതികൾ വളരുന്ന തലമുറയ്ക്ക് വായിക്കുവാൻ തക്കവണ്ണം സൂക്ഷിച്ചിരിക്കുന്ന എത്ര വീടുകൾ കൂടിയുണ്ട്? മറ്റു പലതരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ കാണും. അലങ്കരിച്ച് വെക്കുവാൻ തക്കവണ്ണം എൻസൈക്ലോപീഡിയയുടെ ഒക്കെ നിരത്തി വെച്ചിരിക്കുന്ന ചില വീടുകൾ പണക്കാരുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തിനാണ്? കാഴ്ച വസ്തു അലമാരി വെച്ചേക്കാൻ. അവനത് തൊഴിൽ മുട്ടുപോലും കാണിട്ടില്ല. പക്ഷേ മൂല്യബോധം ഉണർത്തുന്ന പുസ്തകങ്ങൾ അവിടെയൊക്കെ വരുത്തി വയ്ക്കുവാൻ തക്കവണ്ണം സാധിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പ്രസംഗം എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന സമയം ഇതിനകത്തുണ്ട്. ആ സമയം അനുസരിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്നും കൂടി പറയട്ടെ. ഇതിനകത്ത് വെച്ചിരിക്കുന്ന സമയം 12:45 12:40 വരെയാണ്. ഞാൻ ആ സമയത്ത് നിർത്തിക്കൊള്ളാം. ഇനിയിപ്പോൾ ഏതാണ്ട് തീർന്നിരിക്കുകയാണ് സമയം, നീട്ടുകയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ വിധത്തിൽ നമുക്ക് നമ്മുടെ കൂട്ടുകെട്ടിനെ പറ്റി 1, 2 അരുതാത്ത വായനകളും ചിത്രങ്ങളും നാം ഒഴിവാക്കുക. 3 ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ചിന്തകൾക്ക് കടിഞ്ഞാൺ ഇടണം. അരുതാത്ത ചിന്തകൾ കടന്നു വരുമ്പോൾ നോ എന്ന് പറഞ്ഞ് ഗെറ്റ് ഔട്ട് എന്ന് പറയുവാൻ കഴിയണം. ചില വാതിൽ ചെല്ലുമ്പോൾ, വലിയ സ്ഥാനത്ത് ചെല്ലുമ്പോൾ അവിടെ വാതിൽ നിപ്പുണ്ട് ദർബാൻ, അയാൾ പറയും നോ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഹൃദയവാതിക്കലേക്ക് അരുതാത്ത ചിന്തകൾ തള്ളി കടന്നുമ്പോൾ നോ എന്ന് പറഞ്ഞ് അകറ്റുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. ചിന്തകളാണ് പലപ്പോഴും നമ്മെ അധമമായിരിക്കുന്ന വികാരങ്ങളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് ആ ചിന്തകൾക്ക് നാം കടിഞ്ഞാൺ ഇടേണ്ടതാണ്. മാർട്ടിൻ ലൂതർ, അദ്ദേഹം നവീകരണ കർത്താവാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. കാക്ക നമ്മുടെ തലയ്ക്ക് മീതെ പറന്നു പോയെന്ന് വരാം, പക്ഷെ അത് തലയിൽ കൂടി വയ്ക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. ശരിയാ, പല ചിന്തകളും നമ്മുടെ മനസ്സിൽ കൂടി കടന്നു വരും. എൻ്റെ മനസ്സിൽ കൂടെ വരും, ഈ ഇരിക്കുന്ന തിരുമേന്മാരുടെ മനസ്സിൽ കൂടി ഒക്കെ കടന്നു വരും. കാരണം നമ്മൾ പീപ്പിൾ വിത്ത് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, മാംസരക്തങ്ങളോട് കൂടി ഇരിക്കുന്ന ആളാണ്. അവരിലൊക്കെ ഇതുണ്ടാകും. ഞാൻ കേട്ടിട്ടുണ്ട്, പട്ടശ്ശേരി തിരുമേനിയും അദ്ദേഹത്തിൻ്റെ വലിയ ശിഷ്യരായിരുന്നു. ഇപ്പം എന്താ പുനരൈക്യത്തിൻ്റെ വലിയ ദിവസം നടത്തുകയാണല്ലോ മാർ ഈവാനിയോസ്. അന്ന് അദ്ദേഹം കൊച്ചി മെത്രാച്ചനാണ്. ബാവായിക്ക് പട്ടശ്ശേരി തിരുമേനി ഈ സംഭവലക്ഷണത്തെപ്പറ്റി കുറിച്ച് ബാബ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ചെറുപ്പക്കാർ സ്ത്രീകളൊക്കെ വരുമ്പോൾ അവരെയൊക്കെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ പിടിച്ച് ബാബ പുറത്ത് തട്ടി ഒക്കെ കൊണ്ടുവരുന്നത് പട്ടശ്ശേരി വലിയ തിരുമേനി കണ്ടു. തിരുമേനിക്ക് അത് ഇഷ്ടമായില്ല. അപ്പോൾ തിരുമേനി പറഞ്ഞ കാര്യം, മെത്രാച്ച നമുക്കിപ്പോൾ എത്ര വയസ്സായെന്നറിയാമോ? നോക്ക്, ഈ തൊലിയൊക്കെ ഇപ്പോഴും ചുളുങ്ങിയൊക്കെ ആയിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴും വികാരങ്ങളൊക്കെ ഉണ്ട്. അതിനെ നിയന്ത്രിച്ചേ മതിയാവുള്ളൂ. ഇയാൾ കാണിച്ചത് എന്താണെന്ന് തെറ്റെന്ന് പറഞ്ഞില്ല, എൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു. ഈ വികാരങ്ങളൊക്കെ ഉണ്ട്. ഞാനിത് സൂചിപ്പിച്ചത് അത് നമ്മൾ കൂടി വികാരങ്ങളുള്ളവർ അതൊക്കെ കടന്നു പോകാം, പക്ഷേ കൂടി വയ്ക്കുവാൻ അനുവദിക്കാതെ
മനസ്സിനെ സ്വച്ഛമാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവം നാം കൈവരുത്തുക എന്നുള്ളതാണ്. അത് സാധിക്കുവാൻ പത്രോസിന് അദ്ദേഹം നൽകുന്ന ഒരു നിർദ്ദേശമുണ്ട്. 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. 1 പത്രോസ് 3:14. ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ നാം കർത്താവായി, ഓൾ ആൻഡ് ഓൾ, ലോർഡ് ആൻഡ് ലോർഡ്, ഗോഡ് ഓഫ് ഗോഡ്, നാം എൻ്റെ ഹൃദയത്തിൽ ഞാൻ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നിനും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ഈ നമ്മുടെ ചിന്തകൾക്ക് കടിഞ്ഞാണിടുവാൻ, നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ വിചാരമേഖലയെ സ്വച്ഛമാക്കുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായിട്ട് നമ്മൾ പ്രതിഷ്ഠിക്കണം. അവിടെയാണ് അത് ചെയ്യുവാൻ നമുക്ക് കഴിയും. എങ്കിൽ നമുക്ക് നമ്മുടെ വികാരങ്ങളെയൊക്കെ എൻ്റെ കർത്താവാണ് എന്നിൽ വസിക്കുന്നത്, ആ ഒരു അവബോധത്തിലേക്ക് നമുക്ക് വരുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ഇപ്പം തിരുമേനിയെ രണ്ടാമത് ഞാൻ എഴുന്നേൽപ്പിച്ചു, ഇനി ഒരു തിരുമേനിയും കൂടി എഴുന്നേൽപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചോളാം. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ഈ വിശുദ്ധിയിൽ ജീവിക്കുന്നതിന് ഏറെ സഹായിക്കുന്നതാണ് നമ്മുടെ നോമ്പും നമ്മുടെ ഉപവാസവും. അതൊരു കാലത്ത് വലിയ ശക്തി നൽകുന്നതായിരുന്നു. പൗലോസിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ഞാൻ എപ്പോഴും പൗലോസിനെ ഉദ്ധരിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ജീവിതത്തിൽ ഏറെ കർത്താവ് കഴിഞ്ഞാൽ ഏറെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പൗലോസ് ശ്ലീഹായാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി, അനാഥിമ, കണ്ടംഡ്, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി, അഭിശപ്തനായി തീർന്നു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ഐ ബ്രിങ് മൈ ബോഡി അണ്ടർ സബ്ജക്ഷൻ. എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്ന ഒരു അനുഭവമാണ് നോമ്പിലും ഉപവാസത്തിലും കൂടി നാം ചെയ്യുന്നത്. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ, നമ്മുടെ ഇച്ഛകളെ ഒക്കെ മെരുക്കി എടുക്കുവാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും അനുഭവം. ഇന്നതങ്ങ് കുറഞ്ഞുപോയി, ഇന്നത് വളരെ കുറഞ്ഞുപോയി. സമാജത്തിൻ്റെ നിങ്ങൾ മറ്റൊക്കെ ഉണ്ടാക്കുന്ന കരകൗശലത്തിലൊക്കെ നിങ്ങൾ വളരെയധികം ഉൽപ്പത്തി ഉള്ളവരും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവരും ഒക്കെയാണ്. എന്നാൽ ഇതിനും കൂടി ഒന്ന് പ്രോത്സാഹനം കൊടുക്കണം. ഉപവാസത്തിൻ്റെയും അതുപോലെ തന്നെ നോമ്പിൻ്റെയും ജാഗരണത്തിൻ്റെയും അനുഭവം ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്ന ആ ഒരു അനുഭവമാണ് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്. ഈ 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തി കഴിഞ്ഞു. അതായത് നാം എല്ലാവരോടും സ്നേഹത്തിലും അതുപോലെ തന്നെ ആ ഐക്യത്തിലും ജീവിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുക. 2, വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ 3-ാമത്തെ മാനത്തിലേക്ക് നാം എത്തുന്നു. അതെന്താ? ആരോടുള്ള ബന്ധമാണ് 3-ാമത്തത്? ദൈവത്തോടുള്ള ബന്ധമാണ് 3-ാമത്തത്. ആ ബന്ധമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഹൃദയശുദ്ധിയുള്ളവർ അവരാണ് ദൈവത്തെ കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 5:8. ഹൃദയത്തിൻ്റെ നൈർമല്യം, അതുപോലെ മറ്റുള്ളവരുമായി നല്ല ബന്ധത്തിൽ, സ്നേഹത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ആ ഒരു അനുഭവത്തിൽ ജീവിതത്തിൻ്റെ വിശുദ്ധി, നൈർമല്യം കാത്തുകൊള്ളുന്നവർ, അവർക്കാണ് ദൈവത്തെ കാണുവാൻ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. പിന്നെയോ അന്തർനേത്രം കൊണ്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ദൈവത്തെ കാണുന്ന, ദൈവത്തെ അനുഭവിക്കുന്ന, ദൈവവുമായി ഒന്നായി ചേരുന്ന ആ വലിയ അനുഭവമാണ്. ദാറ്റ് ഈസ് അവർ അൾട്ടിമേറ്റ് ഗോൾ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്ത്? ദൈവദർശനം, ദൈവ സംയോജനം, ആ ഐക്യം ഒന്നായി തീരുക എന്നുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 1 കൊരിന്ത്യർ 13:12, ഇപ്പോൾ നാം കണ്ണാടിയിൽ
കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നത് പോലെയാണ്, അപ്പോൾ മുഖാമുഖമായി ദൈവത്തെ കാണുന്ന ആ വലിയൊരു അനുഭവത്തിൽ എത്തുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. അതായിരിക്കട്ടെ നമ്മുടെ വലിയ ലക്ഷ്യം. മറ്റൊന്നുമല്ല ജീവിതത്തിൽ നാം പ്രാപിക്കുവാൻ ആഗ്രഹിക്കേണ്ടത്. ദൈവത്തിൻ്റെ ആ വലിയ ബന്ധത്തിൽ ഒന്നിച്ച് ദൈവത്തോട് ആയിത്തീരുന്ന ആ ഒരു അനുഭവം മർത്തമതി സമാജത്തിലെ അംഗങ്ങൾക്ക് മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നാലും ഈ ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കണം നമ്മുടെ സാമൂഹ്യ ബന്ധവും നമ്മുടെ വ്യക്തി ജീവിതവും. അതിന് തടസ്സമായി നിൽക്കുന്നതിനെ ഒക്കെ മാറ്റിയിട്ട് ദൈവത്തോടുള്ള വീഴ്ച ഒന്നുകൂടി ദൃഢപ്പെടുത്തുവാൻ തക്കവണ്ണം, ശക്തമാക്കുവാൻ തക്കവണ്ണം ഈ നിങ്ങളുടെ 3 ദിവസത്തെ ഇവിടുത്തെ എല്ലാ പരിപാടികളും പര്യാപ്തമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.